8 വർഷങ്ങൾക്ക് ശേഷം അഭിമന്യു കൊലക്കേസ് വിചാരണയ്ക്കെത്തുന്നു. കൊച്ചി മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യു 2018 ജൂലൈ 2 രാത്രി 12:30യോടെയാണ് കൊല്ലപ്പെട്ടത്. ചുവരെഴുത്തിനെ ചൊല്ലി SFI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്ന് കേസിലെ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. ആദ്യ 16 പ്രതികളെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രതികൾ കുറ്റം നിഷേധിച്ചു. വിചാരണ നടപടികൾ എന്ന് തുടങ്ങുമെന്ന കാര്യം ഈ മാസം 24-ന് കേസ് പരിഗണിക്കുമ്പോൾ തീരുമാനിക്കും. കേസിലാകെ 30 പ്രതികളാണുള്ളത്. ഇതിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ 16 പേർക്കെതിരെ 1500 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച 16 പ്രതികളുടെ വിചാരണയാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ശേഷിക്കുന്നവർക്ക് കുറ്റപത്രം നൽകിയിട്ടില്ല. ഗൂഢാലോചനയിൽ പങ്കാളിത്തം, ഒളിവിൽ പാർപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവരുടെ പേരിലുള്ളത്. കേസിലെ 30 സാക്ഷികൾ വിദേശത്താണുള്ളത്. പ്രോസിക്യൂഷൻ മൊഴി രേഖപ്പെടുത്തിയിട്ടും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരുടെ വിവരങ്ങളും മറ്റ് അനുബന്ധ തെളിവുകളും ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദീർഘനാളായി നീണ്ടുപോയ വിചാരണ നടപടികൾക്കാണ് ഇതോടെ വീണ്ടും ജീവൻ വച്ചിരിക്കുന്നത്. കേസിലെ പ്രധാനപ്പെട്ട ചില രേഖകൾ കാണാതായ സംഭവം നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ 11 രേഖകളാണ് അന്ന് നഷ്ടപ്പെട്ടത്. 2023-ലാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ രേഖകളുടെ പകർപ്പ് വീണ്ടും ഹാജരാക്കാൻ നിർദ്ദേശിച്ചു. ഇവ പ്രോസിക്യൂഷൻ ഹാജരാക്കുകയും ചെയ്തു. വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിന്റെ അമ്മ ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് വിചാരണ നടപടികൾ വേഗത്തിലാക്കാൻ കോടതി നിർദ്ദേശിക്കുകയുമായിരുന്നു. കുറ്റപത്രം തിരിച്ചയക്കണമെന്നാവശ്യപ്പെട്ട കേസിലെ 1-ാം പ്രതി മുഹമ്മദ് നൽകിയ ഹർജിയും മറ്റ് 6 പ്രതികളുടെ വിടുതൽ ഹർജികളും കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. മഹാരാജാസ് കോളേജിലെ 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യു. 2018 സെപ്റ്റംബർ 26-ന് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിന്നീടുണ്ടായ വിവിധ നിയമ തടസ്സങ്ങളും രേഖകൾ കാണാതാകലും ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് വിചാരണ വൈകാൻ കാരണമായത്.